പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കുന്ന പ്ലാനിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 രൂപ മുതലാണ്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ പ്ലാൻസ് അയച്ചു തരും. അപ്പം കേരളത്തിൻ്റെ അകത്ത് CC 1 kg 70 രൂപയാണ്. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. പിന്നെ ഗിവ്വേയുടെ വിജയികൾ ആരാണെന്നും അവർക്ക് എന്ത് പ്ലാൻസാണ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ അവസാനം പറയാവേ, അവസാനം കാണിക്കുകയും ചെയ്യാം ഏത് പ്ലാൻസാണ് കൊടുക്കുന്നുള്ളത്. ഇപ്പം നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം. ആദ്യത്തെ ഈ ഒരു ടൈപ്പ് ഡാർക്ക് പിങ്ക് കളർ മിനിയേച്ചർ പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ഇതിൽ പൂക്കൾ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ പിടിക്കും കേട്ടോ, കൊലയായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്. എനിക്ക് തോന്നുന്നു റെഡ് ലിപ്സ്റ്റിക്ക് ഒരുവിധം എല്ലാവരുടെയും വീടുകളിൽ കാണും. നമ്മൾ അയച്ചിരുന്ന പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. അടുത്തത് സമ്മർ സ്നോ വൈറ്റ്, ഇതിൻ്റെ പ്രൈസ് 60 റുപ്പീസ്. അടുത്തത് പൊട്ടറ്റോ വൈൻ, അത് ഈ ലവ് ഷേപ്പും ഉണ്ട്, ഈ ഒരു ഷേപ്പും ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഇത് പിങ്ക് ലേഡി 5 റുപ്പീസ്. നമ്മൾ പറഞ്ഞത് 10 റുപ്പീസ് മുതലാണെന്നാണ് പറഞ്ഞത്. പിങ്ക് ലേഡി മാത്രമേ ഉള്ളൂ കേട്ടോ, 5 റുപ്പീസ്. അത് കുറച്ചുകൂടി ഉണ്ട്, അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അടുത്തത് പെഡിലാന്തസ് ഗ്രീൻ 10 റുപ്പീസ്. ഇത് അഗ്ലോണിമ നാരോ ലീഫ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ 3 വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഈ കാണിക്കുന്നത് 70 റുപ്പീസ്. 70 റുപ്പീസിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാൻസ് ആണ്. ഇത് 70 റുപ്പീസ്. പിന്നെ നമുക്കുള്ളത് 50 റുപ്പീസിന്. 50 റുപ്പീസിൻ്റെ പ്ലാൻ സൈസ് ഇതാണ്, ഇത് തൊട്ടടുത്തിരിക്കുന്നത്. ഇതാണ് 50 റുപ്പീസ്. പിന്നെ 40 റുപ്പീസിനും ഉണ്ട്. 40 റുപ്പീസിൻ്റെത് ഇത്. അപ്പോൾ 70, 50, 40. അപ്പോൾ നമ്മൾ അയച്ചു തരുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴത്തേക്ക് ഇത് പറയണേ ഏത് പ്രൈസിൻ്റെയാണ് വേണ്ടതെന്നുള്ളത്. അടുത്തത് ഡിഫൻ ബാച്ച് ചെയ്യാം. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമ്മൾ അയച്ചു തരുന്ന പ്ലാൻ സൈസ് ഇതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ. ഇത് നമുക്ക് 2 വിലയ്ക്കുണ്ട്. 50 റുപ്പീസിനുണ്ട്, 40 റുപ്പീസിനുണ്ട്. ഇത് നമ്മൾ കാണുന്നത് 50 റുപ്പീസിൻ്റെയാണ്. അതായത് പുതിയ മുളകൾ കണ്ടോ, പുതിയ മുളകൾ വരാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഈ മണ്ണിൽ നിന്ന് വേറിട്ട് നിൽക്കുവാണെങ്കിലേ നമ്മളിത് കാണുമ്പം നമുക്ക് മനസ്സിലായി ഇത് പുതിയ തൈകൾ വരാൻ വേണ്ടി നിൽക്കുവാണെന്ന്. അപ്പോൾ അങ്ങനെ വേറിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ മണ്ണിട്ട് മൂടി കൊടുക്കണം കേട്ടോ, എങ്കിലേ അത് പെട്ടെന്ന് മുളച്ച് പൊന്തി വരത്തുള്ളൂ. ഇത് 50 റുപ്പീസും പിന്നെ ഇത് 40 റുപ്പീസും. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് ഇടുമ്പോഴത്തേക്ക് ഇതും പറയണേ, 50യുടെ ആണോ വേണ്ടത്, 40യുടെ ആണോ വേണ്ടത്. അടുത്തത് ഇതൊരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. അയ്യോ, ഇത് ഡിഫൻ ബാച്ച്, ഇത് നേരത്തെ കാണിച്ചതാണ്. ഇതെന്ന് പറയുന്നത് എന്തോ ഒരു വള്ളിച്ചി. ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള പേര് എനിക്ക് മറന്നുപോയി. ലവോലക്കേഷി എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഇത് സ്നേക്ക് പ്ലാന്റ്. നമ്മൾ അയച്ചു തരാൻ പോകുന്നത് ഇതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇതാണ് പ്ലാൻ സൈസ്. അടുത്തത് സ്ലീപ്പിംഗ് പോത്തോസ്. ഇതിൻ്റെ പ്രൈസ് 20 റുപ്പീസ്. ഇത് കലേഡിയം 10 റുപ്പീസ്. ഇതൊരു ഫേണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. ഇത് ബിഗോണിയ, പ്രൈസ് 10 റുപ്പീസ്. അടുത്തത് അരുത. ഇതിൻ്റെ പ്രൈസ് 40 റുപ്പീസ്. ഈ അരുതയ്ക്ക് ഉണ്ടല്ലോ ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ട്. വൃത്തികെട്ടെന്ന് വെച്ചാൽ ഒരു ഓയിലിൻ്റെ സ്മെല്ല്. നമുക്ക് ഇത് ഇഷ്ടപ്പെടുത്തേ ഇല്ല സ്മെല്ല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വരത്തില്ലെന്ന് പറയും കേട്ടോ. എത്രത്തോളം കറക്റ്റാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എൻ്റെ വീട്ടിലില്ല, ഞാൻ ഇത് പുറത്തുനിന്ന് എടുത്ത് സെയിൽ ചെയ്യുവാണ്. 40 റുപ്പീസ്. ഇത് എപ്പീഷ്യ 20 റുപ്പീസ്. റെഡ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. പിന്നെ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഫ്ലവർ പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലീഫ് പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. ഇത് പക്ഷേ നമുക്ക് പേരറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ വൺ സൈഡ് ഇങ്ങനെ ലീഫ് പോയിട്ട് ഇങ്ങനെ പോയിട്ട് അറ്റത്ത് ഇപ്പുറത്തെ സൈഡിലൊരു ലീഫ്, അങ്ങനത്തെ ഒരു ഷേപ്പിൽ വളരുന്നതാണ്. വെറുതെ ഇൻഡോറിൽ വളർത്തണേ, അത് വെറുതെ വളർത്താൻ കൊള്ളാം. അടുത്തെന്ന് പറയുന്നത് മോർണിംഗ് ഗ്ലോറിയാണ്. അതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഇത് ബഡ് റോസ്. ഇതിൻ്റെ പ്രൈസ് 40 റുപ്പീസ്. പീച്ച് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. ഇത് ഫേണ് 40 റുപ്പീസ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മൾ ഹാങ്ങിങ്ങിലൊക്കെ നിർത്താൻ നല്ല ഭംഗിയാണ്. ഹാങ്ങിൽ നിർത്തുമ്പോൾ നല്ല തിക്കായിട്ട് വളർന്ന് കിടക്കുവാണെങ്കിൽ സൂപ്പറാണ് കാണാനായിട്ട്. അടുത്തത് ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. നമ്മൾ നേരത്തെ കാണിച്ച ഒരു പ്ലാന്റിനോട് സാമ്യം വരും, പക്ഷേ ആ പ്ലാന്റ് അല്ല കേട്ടോ ഇത്. ഇത് പെഡിലാന്തസ് വെരിഗേറ്റഡ്.
പ്രൈസ് 10 റുപ്പീസ്. ഇത് ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. അഗ്ലോണിമ നല്ല വലിയ പ്ലാന്റ് ആണ്. ഒന്ന് ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ വീഡിയോസ് ഒരുപാട് പേരിലെത്തുമായിരുന്നു. ഒന്നും കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുമായിരുന്നു. ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാർ മൊത്തം ഓടിക്കൂടിയാണ്. അത്ര തന്നെ. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ആയ മറന്നു പോകും, അതുകൊണ്ടാണ്. അടുത്തത് ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഹാങ്ങിങ് അല്ല, സ്റ്റിക്കിലൊക്കെയാണ് കുറച്ചുകൂടി വളർത്താൻ നല്ലത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അത് എനിക്ക് തോന്നുന്നു ഫിലോഡൻഡൻ ഹാർട്ട് ലീഫ് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇത് യുജീനിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. നമുക്ക് ഇതുണ്ട്, അരളിയുണ്ട്, പക്ഷേ അതിലൊന്നും ഫ്ലവർ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് കളറാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെയെന്ന് പറയുന്നത് ഇത് ഡെയ്സി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ലൈറ്റ് പിങ്ക് ആണെന്ന് തോന്നുന്നത്. പക്ഷേ ലൈറ്റ് പിങ്ക് അല്ല, വൈറ്റ് ആയിരുന്നു അത്. അതിൻ്റെ മൊട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. നമ്മളിത് 200 റുപ്പീസ് കോംബോ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചവരുണ്ടെങ്കിൽ അവർ കേൾക്കാൻ പറയുകയാണ്. ഇത് വൈറ്റ് ആണേ. ഇപ്പം നമുക്ക് സെയിലിനില്ല കേട്ടോ. അത് തീർന്ന് 2 തയ്യങ്ങാണ്ടേ ഉള്ളൂ. ഇത് റെഡ് അഞ്ചമാനിയാണോ അതോ റെഡ് ഗോൾഡ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. കറക്റ്റ് ഐഡിയ അറിയത്തില്ല. ഇതായാലും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 165 രൂപ, 165. അടുത്തത് ഈ ഒരു കലാത്തിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. അടുത്തതെന്ന് പറയുന്നത് കുഫിയ. ഇത് ലൈറ്റ് പിങ്ക് കണക്ക് എനിക്ക് തോന്നി. നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് ഫിലോഡൻഡ്രൻ. ഇതിന് പ്രൈസ് 10 റുപ്പീസ്. ഇത് സ്നേക്ക് പ്ലാന്റ് മിനിയേച്ചർ 10 റുപ്പീസ്. ഇത് വാട്ടർ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. അടുത്തത് ഒരു ആമ്പലാണ്, ബ്ലൂ വിസിൽ. ഇത് കറക്റ്റ് കളർ നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇതല്ല ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. കളർ നല്ല ഡാർക്ക് നീലയാണ്. ഇത് ചെറിയ തൈകളുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. ഇനി ഞാൻ ഗിവ് അവേയുടെ കാര്യം പറയാവേ. നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇടുന്ന കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന 2 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് എനിക്കിഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കമൻറ്റിനും ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം പുറത്ത് നല്ല മഴ കേട്ടോ. കേൾക്കാൻ പറ്റുമോ എന്തോ ഞാൻ പറയുന്നത്. അപ്പം ഒരുപാട് കമൻസ് വന്നെങ്കിലും ലൈക്കുകൾ വളരെ ശോകമായിരുന്നു. ഇത്രയും ശോകമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. കമൻസ് എല്ലാം ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. കമൻസ് എല്ലാം നല്ലതാണ്. കുറേയൊക്കെ ഞാൻ ഏറി നിന്നായിരുന്നു വായിച്ചത്. ചിലതെങ്കിലും എനിക്കത് കുറച്ച് ഒരു ഇതായിട്ട് തോന്നി കേട്ടോ. അതായത് ശരിക്കും അത് ഉള്ളിൽ നിന്ന് വരുന്നതല്ല, വെറുതെ അങ്ങ് ടൈപ്പ് ചെയ്തങ്ങ് വിട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല. അയ്യോ, എല്ലാ കമൻസും അങ്ങനെയല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ചില കമൻസ് ലൈക്ക് ഇത്രയും ശോകമായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇനി ഗിവ് അവേ നടത്തുവാണെങ്കിൽ അത് നമ്മളിനി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കത്തുള്ളൂ കേട്ടോ. ഇനി ഈ ലൈക്കിൻ്റെ കാര്യം നമ്മൾ ഇനി ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ഷിബില VP. അതായത് ഷിബിലയുടെ കമൻസ് ഇങ്ങനെയായിരുന്നു. അതിന് 8 ലൈക്കോട് കൂടിയാണ് ഷിബില വിജയിച്ചിരിക്കുന്നത്. വളരെ വിജയകരമായി 8 ലൈക്കും നേടി ഷിബില ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. സംസാരം കൊള്ളാം. പ്ലാന്റ് നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി. ശേഷമുള്ള ഡയലോഗ് കേട്ടപ്പോൾ അറിയാതെ ഞാനും ചിരിച്ചുപോയി. ചിരിക്കണോ അല്ലേ കൊല്ലിന്. ഇതായിരുന്നു ഷിബിലയുടെ കമൻറ്റ് കേട്ടോ. നമ്മൾ ഷിബിലയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ട്യൂബറാണേ. അടിപൊളിയല്ലേ? അതാണ്ട് ട്യൂബറിൻ്റെ വലിപ്പം ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഞാൻ ഷിബിലേക്ക് അയച്ചു തരുന്നത് കേട്ടോ. അടുത്ത വിന്നർ എന്ന് പറയുന്നത് സെക്കൻഡ് ഷൈനി ഷമീർ ഇട്ട കമൻറ്റ് എന്ന് പറയുന്നത് പ്ലാൻസ് പിന്നെ ഇമോജി സൂപ്പർ എന്നുള്ള ഇമോജി ആയിരുന്നു ഇട്ടിരുന്നത്. അതിന് 5 ലൈക്കോടുകൂടി ഷൈനി ഷമീർ സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ഷിബില ആൻഡ് ഷൈനി ഷമീർ. സെക്കൻഡ് വിന്നറിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ഞാക്വാങ് ആമ്പലാണ്. പിന്നെ നമുക്ക് അമരി പിയോണി സെയിലിനുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150. നമുക്ക് ഒരു വാട്ടർ ലില്ലിയും കൂടി സെയിലിനുണ്ടേ. അതിൻ്റെ പേരെന്ന് പറയുന്നത് ജുലങ്ക സാബ്. ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കിത് പേര് അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. ജുലങ്ക സാബ് ഞാൻ എഴുതി കാണിക്കാം. എന്തായാലും എഴുതി കാണിക്കുന്നത് കറക്റ്റാണ്, പറയുന്നത് കറക്റ്റ് അല്ലെങ്കിലും. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 റുപ്പീസ്. വല്ല ശശിന്നോ സോമനെന്നൊക്കെ ഇട്ടാൽ പോരായിരുന്നു. ഈ ഇത്രയും വലിയ പേരൊക്കെ വായിക്കൊള്ളാത്ത പേരൊക്കെ ഉണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ലേ? ഇതിൻ്റെ ഫ്ലവർ പിടിച്ചിട്ട് ഞാൻ ഷോർട്സ് ഇടാം. അപ്പം
വിത്ത് മ്യൂസിക്. അപ്പം അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. 200 റുപ്പീസാണ്. അത് നല്ല ഭംഗിയാണ് പക്ഷെ കാണാനായിട്ട്. പേരിങ്ങനെയൊക്കെ ആണെങ്കിലുവേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പേര് കൊള്ളാം, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പറയാൻ പറ്റണ്ടേ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ആമ്പലിൻ്റെയും ലോട്ടസിൻ്റെയും ട്യൂബറിൻ്റെയും പിക്ക് ഇട്ട് തരാം കേട്ടോ വാങ്ങിക്കുമ്പോഴത്തേക്ക്. പക്ഷെ മറ്റേതിൻ്റെ ഒന്ന് പിക്ക് ഇടാൻ പറയല്ലേ, ഞാൻ അപ്പോഴേ മുങ്ങും ഓൺലൈനിൽ കേട്ടോ. ഇനിയുള്ളത്, എനിക്കിഷ്ടപ്പെട്ട ഒരു കമൻറ്റിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് ലൈക്കൊന്നും നോക്കാതെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് റോഷ്നി പത്തനംതിട്ടയാണേ. അപ്പോൾ ഈ 3 പേര് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ എനിക്ക് അഡ്രസ്സ് അയച്ചു തരണേ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെയെന്ന് ഇനി പറയാനുള്ള ഒരു ജോലിയുടെ കാര്യമാണ്. അതായത് ഹൗസ് വൈഫ്, സ്റ്റുഡൻസ്, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയുണ്ട്. എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ജോബ് അവൈലബിൾ ആണ്. അതായത് സ്മാർട്ട് ഫോൺ മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, അവർ പറഞ്ഞു തരും കേട്ടോ. ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ നമ്പറിൽ ഓടിപ്പോയി 5 രൂപയുടെയും 10 രൂപയുടെയും പ്ലാൻസ് ചോദിക്കല്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ജോലിയും ചോദിക്കരുത്. എൻ്റെ അടുത്ത് ഇവിടെ ജോലിയൊന്നുമില്ല. ഞാനിവിടെ 5 രൂപയും 10 രൂപയുടെയും പ്ലാൻസ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്കുള്ള ജോലിയേ ഉള്ളൂ. അവിടെ പോയിട്ട് പ്ലാൻസും ചോദിക്കരുത് കേട്ടോ. അപ്പം നമ്പർ മാറിപ്പോരുത്. ആദ്യം കാണിച്ചത് എൻ്റെ നമ്പറാണ്. അത് ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുക്കാവേ. മാറിപ്പോരുത് നമ്പർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.